ഹായ്, കഴിഞ്ഞ ആഴ്ച കുറച്ച് തിരക്കുകളായതിനാലാണ് സിനിമയുടെ റിവ്യൂമായി വരാതിരുന്നത്. ഇനി കൃത്യനിഷ്ഠത പാലിക്കാൻ ശ്രമിക്കാം. മാത്രമല്ല, സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു 1 മിനിറ്റ് സെൽഫി വീഡിയോ ആയി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. മികച്ച രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുമല്ലോ. ഇനി ഇന്നത്തെ സിനിമ വർത്തമാനത്തിലേക്ക്. കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, വാമിക, രഞ്ജി പണിക്കർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമാണ് ഗോദ. ഗുസ്തിയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. രാകേഷ് മണ്ടോടി തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ സംഗീതം ഷാൻ റഹ്മാനും ഛായാഗ്രഹണം വിഷ്ണു ശർമ്മയുമാണ് കൈകാര്യം ചെയ്തത്. ഗാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്തും വിനായക ശശികുമാറുമാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ മനയത്ത് വയൽ എന്ന സ്ഥലത്താണ് കഥ നടക്കുന്നത്. വലിയൊരു ഗുസ്തി പാരമ്പര്യമുള്ള നാട്ടിൽ ഇന്ന് പക്ഷേ ക്രിക്കറ്റും മറ്റ് ഗെയിമുകളും പ്രചാരമേറിയപ്പോൾ പഴയ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഗുസ്തിയുമായി നടക്കുന്നത്. അതിൽ പ്രധാനിയായ രഞ്ജി പണിക്കർ അവതരിപ്പിക്കുന്ന ക്യാപ്റ്റന്റെ കഥയാണ് ഈ ചിത്രം. അദ്ദേഹത്തിന്റെ മകനായ ആഞ്ജനേയദാസായി ടൊവിനോയും പഞ്ചാബുകാരിയായ അദിതി സിംഗായി വാമികയും വരുന്നു. പ്രകടനത്തിൽ രഞ്ജി പണിക്കർ തന്നെയാണ് മുന്നിൽ. സീരിയസ് ആയ കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം അറിയാത്ത നായിക തന്നെയാണ് കഥയിൽ വേണ്ടത് എന്നതുകൊണ്ട് വാമികയും തൻ്റെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. നായക സ്ഥാനത്ത് ടൊവിനോ ഉണ്ടെങ്കിലും കാര്യമായി അദ്ദേഹത്തിന് ചെയ്യാനുള്ളതൊന്നും സിനിമയിലില്ല. ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള ടൊവിനോയുടെ പ്രകടനം ഉഗ്രനായിരുന്നു. അടുത്തിടെ ഉയർന്നു വന്ന ടൊവിനോയുടെ താരമൂല്യം സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. തിരക്കഥ ദുർബലമാവുന്ന സമയത്ത് പോലും ചിത്രത്തെ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാക്കുന്നതിൽ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലും പഞ്ചാബിലുമൊക്കെ നടക്കുന്ന ചിത്രത്തിൻ്റെ സീനുകളും മികച്ചു നിന്നിട്ടുണ്ട്. ഗാനങ്ങളും ചിത്രത്തിൻ്റെ കഥയോട് ചേർന്ന് പോകുന്നതുകൊണ്ട് ആസ്വാദ്യകരമായി. ആദ്യ പകുതി സിനിമയുടെ കേന്ദ്ര പ്രമേയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവം മാത്രമായിരുന്നു. കുറച്ച് തമാശകളൊക്കെ ആയി പോകുന്ന ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ അജു വർഗീസും ഹരീഷും ധർമ്മജനും ഒക്കെ ചേർന്ന തമാശ രംഗങ്ങൾ സിനിമയുടെ വലിയൊരു പ്ലസ് പോയിന്റാണ്. ഊഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മുൻപ് കണ്ട ചിത്രങ്ങളുടെ രീതി തന്നെ ഒരു പരിധിവരെ പിന്തുടരുന്ന സിനിമയാണ് ഗോദ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് സിനിമ മുഷിപ്പിക്കുന്നുണ്ട്. എങ്കിലും ക്ലൈമാക്സിലെ കാഴ്ചകൾ സിനിമയ്ക്ക് നല്ലൊരു മൈലേജ് നൽകുന്നുണ്ട്. ഗുസ്തി പ്രമേയമായി സുൽത്താനും ദങ്കലുമൊക്കെ വന്ന് വൻ വിജയങ്ങൾ കൊയ്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ചിത്രത്തെ അതുമായി താരതമ്യം ചെയ്തേക്കാം. ഗുസ്തി എന്ന ഗെയിം ഒരു കേന്ദ്ര പ്രമേയമാണെന്നല്ലാതെ ഈ സിനിമ തീർച്ചയായും ഒരു കേരള പശ്ചാത്തലത്തിലുള്ളതാണ്. ടെക്നിക്കലി നല്ല രീതിയിൽ തന്നെ സിനിമ നിൽക്കുമ്പോഴും നല്ലൊരു തിരക്കഥയില്ലാതെ പോയി. പലയിടത്തും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ ചിത്രത്തിന് പറ്റാത്തപ്പോഴും രണ്ടാം വരവിൽ സംവിധാനം മികച്ചതാക്കിയിട്ടുണ്ട് ബേസിൽ ജോസഫ്. പുതിയതിൻ്റെ വരവിൽ നമുക്ക് നഷ്ടമായ പലതുമുണ്ട്. അവയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ചിത്രത്തിലുണ്ടെങ്കിലും ആസ്വാദനത്തിനപ്പുറം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവതരണമാക്കി അതിനെ മാറ്റുന്നതിൽ സിനിമ വിജയിച്ചിട്ടില്ല. കുറച്ച് തമാശകളും ഗോദയിലെ ആവേശം നിറഞ്ഞ കാഴ്ചകൾക്കും ചിത്രം കാണാം. ഗുസ്തിയും നിറയെ സ്നേഹവും നിറഞ്ഞ മനയത്ത് വയലിലെ കാഴ്ചകൾ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 7/10. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.